കൃപാസന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുകയാണ്. എൻ്റെ പേര് ലിനി. ഞാനിവിടെ മാടയ്ക്കൽ, ചേർത്തല തന്നെ മാടയ്ക്കൽ സെൻറ്റ് ജോസഫ് ദേവാലയത്തിലാണ് ഞങ്ങളുടെ ഇടവക. ഇതെൻ്റെ മക്കളാണ് ലാലിറ്റ്, അഷേർ. ഞങ്ങളിപ്പോൾ വരുന്ന UK നിന്നാണ്. ഞായറാഴ്ചയാണ് വന്നത്. ഞാൻ 2018 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയായിരുന്നു. ഞാൻ നേഴ്സാണ്. അത് 2022 എനിക്ക് UK വർക്ക് പെർമിറ്റ് ലഭിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അതിനുശേഷം 2024 ഞങ്ങൾ കുടുംബസമേതം ഇവിടെ വന്ന് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ പിൻ നമ്പർ ലഭിച്ചതിൻ്റെ സാക്ഷ്യം പറഞ്ഞിരുന്നു. ഒക്ടോബറിലാണ് വന്നത്. മാതാവിൻ്റെ ജപമാല റാലിയെങ്കിലും കൂടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് വന്നത്. ആ ജപമാല റാലിയിൽ പങ്കെടുത്ത് ഞങ്ങളിവിടുന്ന് തിരിച്ചു പോയി. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. ആ ജപമാല റാലിയിൽ പങ്കെടുത്തിട്ട് ഞാനിവിടെ മാതാവിനോട് പറഞ്ഞിരുന്നു, എനിക്ക് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ പിൻ നമ്പർ മാത്രമേ ഉള്ളൂ, നേഴ്സായിട്ടില്ല, അവിടെ എനിക്കൊരു ജോലി വേണം എന്ന് പറഞ്ഞ് നിയോഗത്തിൽ എഴുതിയിരുന്നു. അങ്ങനെ ഞാനിവിടെ മാതാവിനോട് പറഞ്ഞു, ജോലി ലഭിച്ചാൽ ഞാൻ എൻ്റെ സാലറിയുടെ പകുതിയും മാതാവിനോട് വന്ന് സാക്ഷ്യവും പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. അതുപോലെ തന്നെ ഞാൻ അവിടെ പോയി. ഞാൻ സീനിയർ കെയർ വിസയിലായിരുന്നു, ഒരു നേഴ്സിംഗ് ഹോമിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വിസ തീരാറായിരുന്നു. ഒക്ടോബറിൽ ഇവിടുന്ന് പോയി, ജനുവരിയിൽ വിസ തീരുകയാണ്. അപ്പോൾ നമുക്ക് വിസ പുതുക്കിയെങ്കിലേ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ജോലി കിട്ടുക പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും എന്നോട് ഹോമിൻ്റെ ഓണർ പറഞ്ഞു, നിനക്ക് പിൻ നമ്പർ ഉള്ളതുകൊണ്ട് അവരിനി സീനിയർ കെയർ വിസ പുതുക്കി തരത്തില്ല, നീ എവിടെയെങ്കിലും ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 3 മാസത്തെ സമയം എൻ്റെ മുമ്പിലുള്ളൂ. ഈ സമയത്തിനുള്ളിൽ ഒരു ജോലി കണ്ടുപിടിക്കുക, വിസ മാറ്റുക, ഇതൊക്കെ എൻ്റെ കഴിവിൽ നടക്കണ കാര്യങ്ങളല്ല. ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് വിട്ടു, എല്ലാം റിജക്റ്റ് ചെയ്തു. എനിക്ക് ഈസി ആയിട്ടൊന്നും ലഭിച്ചില്ല. ഞങ്ങളുടെ വീട്ടിലെ കുടുംബത്തിലെ അന്തരീക്ഷം ആകപ്പാടെ മാറുകയാണ്. കാരണം ഒക്ടോബറിൽ വന്ന ഞാൻ വീണ്ടും തിരിച്ച് പിള്ളേരുടെ എഡ്യൂക്കേഷൻ എല്ലാം അവരവിടെ ഓൾറെഡി സെറ്റിലായി, ഹസ്ബൻഡിനും അവിടെ ഒരു ജോലിയുണ്ട്. ഇതെല്ലാം കളഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും ജനുവരിയിലെല്ലാം കളഞ്ഞ് വരിക, അത് ഓർക്കാൻ കൂടി വയ്യാത്ത കാര്യമായിരുന്നു. ഞാൻ ബൈബിൾ വായന ഒന്നും മുടക്കത്തില്ലായിരുന്നു. ഞാൻ ഇത്രയും വിഷമത്തിലൂടെ കടന്നുപോയ സമയത്തും ഞാൻ പ്രാർത്ഥനകളൊന്നും മുടക്കാണ്ട് മാതാവിനെ തന്നെ കൂട്ടുപിടിച്ച് ആ സമയത്തെല്ലാം അങ്ങനെയാണ് കടന്നുപോയത്. അവസാനം ഞാനൊരു ആപ്ലിക്കേഷൻ, ഒരു രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ വേക്കൻസി കണ്ടിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, പെട്ടെന്ന് അത് എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ കോള് വരികയും എല്ലാം ചെയ്തു. ഞാൻ ഡെയിലി ബ്രെഡ് ഒന്നും മുടക്കാറില്ലായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ രാവിലെ ഇൻ്റർവ്യൂവിന് പോണത്. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അന്ന് ആ ദിവസം കാണിച്ച ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയണത് നല്ല വെളുത്ത ആകാശവും വെള്ളയും നീലയും കൂടി ചേർന്ന ആകാശമാണ്. ആ ആകാശം തന്നെയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പൊക്കത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ ആ മേഘക്കെട്ടുകൾ ഇങ്ങനെ എനിക്കത് പ്രതീക്ഷ നൽകുന്നതായിരുന്നു. കാരണം ഞാൻ അന്നേരം ഓർത്ത് കഴിയുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ കണ്ട സെയിം ആ മേഘക്കെട്ടുകളെയാണല്ലോ മാതാവ് എനിക്ക് കാണിച്ചു തരണത് എന്ന് പറഞ്ഞ് ഞാനപ്പോൾ എൻ്റെ ഉടമ്പടി ഉപ്പും ഈ കാശുരൂപം ഞാൻ കഴുത്തേന്ന് ഊരാറില്ല. ഈ ഉടമ്പടി ഉപ്പും തൈലവും ഒന്നും ഇല്ലാണ്ട് ഞാൻ ഒരിക്കലും ഒരിടത്തും പോകാറില്ല. അത് 2018 തൊട്ട് ഇപ്പം വരെ എൻ്റെ ബാഗിൽ എപ്പോഴും ഉടമ്പടി ഉപ്പുണ്ടാകും. അതില്ലാണ്ട് ഞാൻ പുറത്തേക്ക് ഒരു സ്ഥലത്തോട്ടും പോകാറില്ല. അതുപോലെ തന്നെ അന്നും വെഞ്ചരിച്ച ഇവിടുത്തെ നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും കാശുരൂപവും തൈലവും എല്ലാമായിട്ടാണ് പോയത്. ഇൻ്റർവ്യൂവിന് എന്നെ വിളിച്ചു. ഇൻ്റർവ്യൂവിൽ ഞാൻ ഉടമ്പടി ഉപ്പ് കഴിച്ചിരുന്നു, തൈലവും തൂത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കയറിയത്. എൻ്റെ മാതാവ് എനിക്ക് നാവിനൊരു തടസ്സവും കൂടാണ്ട് അവർ ചോദിച്ചതിനൊക്കെ മറുപടി പറയാനായിട്ട് എനിക്ക് സാധിച്ചു. വൈകുന്നേരമാണ് അവർ റിസൾട്ട് പറയുമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു വൈകുന്നേരം 4 മണി, ഒരു 3 മണിയായപ്പോൾ തന്നെ ഞാൻ തിരിയെല്ലാം കത്തിച്ചു വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. 4 മണിക്ക് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയിട്ടുണ്ട്, പ്രോസസ്സിങ്ങിന് ടൈം എടുക്കും. അപ്പം പ്രോസസ്സിങ്ങിന് ടൈം എടുക്കുമെന്ന് പറഞ്ഞാൽ ജനുവരിയിൽ വിസ തീരുവാണ്. സാധാരണ അവിടുത്തെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഒരുപാട് ടൈം എടുക്കുന്നതാണ്. ഞാൻ അപ്പോഴും മാതാവിനോട് പറയും, മാതാവേ ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല വിസ ഇല്ലാണ്ട്, എത്രയും പെട്ടെന്ന് എനിക്ക് അത് ചെയ്തു തരണം എന്ന്. ഞാൻ എൻ്റെ പ്രാർത്ഥനകളൊന്നും മുടക്കിയില്ല. പിന്നെ ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു. അച്ഛൻ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ പള്ളിയിൽ അച്ഛൻ അൾത്താരയിൽ കുർബാന ചെല്ലുന്നു, അവിടുന്ന് അച്ഛൻ ഇറങ്ങി വന്ന് എൻ്റെ തലയെ പിടിക്കുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. അതുപോലെ തന്നെ
ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു. മാതാവിൻ്റെ മാതാവിന് വെച്ചിരിക്കുന്ന ചില്ലുകൂട് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ആരോ പൊക്കിയെടുക്കുന്നതായിട്ട് ആണ് ഞാൻ സ്വപ്നം കണ്ടത്. എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി എന്നെ മാതാവ് കൈവിടാനൊന്നും പോകുന്നില്ല. എനിക്ക് ജനുവരിയിൽ എൻ്റെ വിസ തീരുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് ജോലി ലഭിക്കൂ എന്നുള്ളത് മനസ്സിലായി. അതുപോലെ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ജനുവരി 15-നാണ് വിസ തീരുന്നത്. ഞാൻ 13-ാം തീയതി തന്നെ എനിക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് UK ജോലി ലഭിച്ചൊരു ഹോസ്പിറ്റലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. സാധാരണ ജോലി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ദൂരോട്ടൊക്കെ ആയിരിക്കും. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ വളരെ ദൂര സ്ഥലത്തേക്കൊക്കെയാണ് ജോലി ലഭിച്ചൊക്കെ അവർ നേഴ്സായിട്ടൊക്കെ പോയത്. ഞാൻ എവിടെയാണോ താമസിക്കുന്നത് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലിൽ എങ്ങോട്ടും മാറാണ്ട് അവിടെ തന്നെ എനിക്ക് ജോലി ലഭിച്ചു. ഇപ്പം ഞാൻ അവിടെ ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ 2 വർഷമാകാൻ പോകുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ഞാൻ എത്രയും പെട്ടെന്ന് വന്ന് സാക്ഷ്യം പറയുമെന്ന്. എനിക്ക് വരാൻ പറ്റിയില്ല. താമസിച്ചതിന് മാതാവിനോട് ഒരുപാട് മാപ്പ് പറയുകയാണ്. അതുപോലെ തന്നെ അത് എൻ്റെ കഴിവിൽ ലഭിച്ചതൊന്നും അല്ല ഇത്. ഇതിപ്പോൾ ഇത്ര ഈസി ആയിട്ട് ഞാൻ പറയുമെങ്കിലും അന്ന് ഞാൻ അനുഭവിച്ചതും ഞങ്ങളുടെ കുടുംബം അനുഭവിച്ചതും ആ സിറ്റുവേഷൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടെയാണ് ഞങ്ങൾ കടന്നു പോയത്. ഇന്നിപ്പം വളരെ നിസ്സാരം പോലെ നിങ്ങൾക്കും ഞാനും ഇങ്ങനെ പറയണ കേൾക്കുമ്പം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ആ സിറ്റുവേഷൻ തരണം ചെയ്യുമ്പോഴുള്ളൊരവസ്ഥ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും എനിക്ക് എൻ്റെ കഴിവിലല്ല മാതാവിൻ്റെ കൃപയാൽ ലഭിച്ച ജോലിയാണ്. അതുപോലെ തന്നെ രണ്ടാമത് ഞാൻ നിയോഗമായിട്ട് എഴുതിയിരുന്നു എനിക്ക് UK ഒരു വീട്. പക്ഷേ ആ വീട് എനിക്കൊരു പ്രതീക്ഷയില്ലാണ്ട് എഴുതാൻ. അച്ഛൻ എപ്പോഴും പറയുമല്ലോ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ വേണം എഴുതാൻ, നമ്മുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ എഴുതണം എന്ന് പറയാം. അതിൻ്റെ പുറത്ത് ഞാൻ വെറുതെ ഒരു പ്രതീക്ഷയില്ലാണ്ട് എഴുതിയ ഒരു കാര്യമാണത്. പക്ഷേ എനിക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ചുമ്മാ പറയുക നമുക്ക് വീടിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയത്തില്ല ഇത് എവിടെ നിന്നാണ് എന്താ ചെയ്യാൻ പോണേന്ന്. ഹസ്ബൻഡ് തന്നെ എല്ലാം തുടങ്ങി വെക്കുവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ വ്യൂവിങ്ങിന് ഞങ്ങളെ വിളിക്കുന്നു. അങ്ങനെ വ്യൂവിങ്ങിന് വിളിച്ചെടുത്ത് ഞങ്ങൾ വീട് കാണാൻ പോകുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് പോയപ്പോൾ മാതാവിൻ്റെ മണ്ണ് ഒരു കുപ്പിയിലാക്കിക്കൊണ്ടാണ് പോയത്. ആ മണ്ണ് ഞാൻ എവിടെ പോയാലും ഈ ഉടമ്പടി ഉപ്പും പിന്നെ വീട് കാണാൻ പോയ സമയത്ത് ഈ മണ്ണുമായിട്ടാണ് ഞാൻ പോയത് വീട് കാണാനായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് കണ്ടപ്പം ഞാൻ അവിടെ മാതാവിൻ്റെ മണ്ണിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു വിലയിൽ ആ ഹൗസ് ഓണർ സമ്മതിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ബാങ്കിലെ ലോണെല്ലാം പെട്ടെന്ന് ശരിയായി. അതും വളരെ പെട്ടെന്ന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കത് സാധിച്ചു തരികയായിരുന്നു. ഈ സമയത്ത് എൻ്റെ തിരിയിൽ എൻ്റെ നീലത്തിരിയിൽ മാതാവിൻ്റെ വാഗ്ദാന പേടകം ഞാൻ സിസ്റ്ററിനെ കാണിച്ചു കൊടുത്തായിരുന്നു. അത് ശരിക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണ പോലെ തോന്നുള്ളൂ. അതുപോലെ മാതാവിൻ്റെ ഈ വാഗ്ദാന പേടകമാണ് എൻ്റെ ഉടമ്പടി തിരിയിൽ വന്നത്. മാതാവ് ഞങ്ങൾക്ക് ആ വീട് തന്നു. വളരെ നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ആ വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ അതും തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഇതൊന്നും എൻ്റെ കഴിവിലോ ഞങ്ങളുടെ ആരുടെയും കഴിവിൽ ലഭിച്ച കാര്യങ്ങളല്ല. അങ്ങനെ മാതാവ് ആ കാര്യവും എനിക്ക് സാധിച്ചു തന്നു. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളാണ് മാതാവ് തന്നത്. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ബാക്കിൽ സ്കൂളാണ്. സ്കൂളിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്ന വലിയ മരത്തേന്ന് 2 വലിയ മരങ്ങളാണ് ഉള്ളത്. ആ ഇത് മാതാവ് ഞാൻ നിയോഗത്തിൽ നിന്നും എഴുതാത്ത കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആ മരത്തേന്ന് ഇഷ്ടംപോലെയല്ല ഞങ്ങളുടെ വീട്ടിലോട്ട് വീഴുകയാണ്. അപ്പം അത് ഞാനപ്പോൾ സ്കൂളിൽ ചെന്ന് സംസാരിച്ചു. അതിൻ്റെ ശകരങ്ങളെങ്കിലും ഒന്ന് ഇറക്കി തരുവാണെങ്കിൽ UK ഒരു സ്കൂളിലൊക്കെ ചെന്നിട്ട് സംസാരിക്കുക. അതൊന്നും എൻ്റെ കഴിവിലുള്ള ഞാൻ മാതാവിൻ്റെ ഉപ്പൊക്കെ കഴിച്ചിട്ട് പോയിട്ടാണ് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും വെട്ടാനൊന്നും പറ്റത്തില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങളും കൂടെ ഫണ്ട് ഇട്ടിട്ട് വേണം വെട്ടാൻ, സ്കൂളിന് ഫണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചു പോന്നു. എന്നിട്ട് ഞാൻ ഈ മരം നിൽക്കണ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് മെയിൽ വരിക. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഉടനെ എനിക്ക് മെയിൽ വന്നു, ഞങ്ങൾ മരം വെട്ടാം, നിങ്ങൾ ഫണ്ടൊന്നും തരണ്ട. മരം അല്ല, ശകരം വെട്ടി. അങ്ങനെ
അതൊക്കെ എനിക്ക് എന്ത് കാര്യം നടക്കണമെങ്കിലും എനിക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാൽ മാതാവ് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരാറുണ്ട്. അവിടെയാണെങ്കിലും ഞാൻ ഇംഗ്ലീഷുകാർക്കാണെങ്കിലും ഒക്കെ മാതാവിൻ്റെ കാശ് രൂപമൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കൊടുത്തായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇംഗ്ലീഷിൽ പ്രിൻ്റ് എടുത്തിട്ട് അവിടെ ഒരു ബ്രസ്റ്റ് ക്യാൻസറുള്ള ഒരു അമ്മച്ചിക്ക്, ഒരു ഇംഗ്ലീഷുകാരി അമ്മച്ചിയാണ്, അവർക്ക് കൊടുത്ത് അവർക്ക് ആ ബ്രസ്റ്റ് എടുത്ത് കളയണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും അവരുടെ ബ്രസ്റ്റ് ഒന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോഴും അവരുടെ കഴുത്തേൽ ഈ മാതാവിൻ്റെ കാശുരൂപം കിടപ്പുണ്ട്. അവരെന്നെ കാണുമ്പോൾ എപ്പോഴും പറയും, ഞാൻ നിൻ്റെ മാതാവിനെ ഞാൻ എൻ്റെ കഴുത്തേ നൂരി വെക്കാറില്ല കേട്ടോ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അവിടെ ആരോട് എന്ത് സംസാരിച്ചാലും അവസാനം കൃപാസന മാതാവിൻ്റെ കാര്യം പറയാണ്ട് അത് നിർത്താറില്ല. ആ സംസാരത്തിൽ എവിടെയെങ്കിലും കൃപാസന മാതാവിൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട്. ഞങ്ങളുടെ വണ്ടിയിലാണെങ്കിലും മാതാവിൻ്റെ ഉപ്പും കാശുരൂപമുണ്ട്. പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും അവരുടെ കയ്യിലാണെങ്കിലും ഞാൻ ബാഗിൻ്റെ ഒരു മൂലയിൽ ഞാൻ എപ്പോഴും മാതാവിൻ്റെ കാശുരൂപം കുറച്ച് ഉപ്പും ഒരു കടലാസിൽ പൊതിഞ്ഞ് അവരുടെ ബാഗിൽ സ്ഥിരം അതുണ്ടാകും. അതൊന്നും ഞങ്ങൾ എടുത്ത് മാറ്റാറില്ല. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളാണ് മാതാവ് തന്നിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞാലൊന്നും തീരത്തില്ല ഇവിടെ നിന്ന്. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ, അവിടെ പ്രേക്ഷിത പ്രവർത്തനം, പത്രമൊക്കെ ആണെങ്കിലും വാങ്ങിച്ച് ഇവിടെ ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും എല്ലാം കൊടുക്കാറുണ്ട്. അത് പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് അവിടെ ഞാനൊരു UK തന്നെ ഒരു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് ഡയറക്റ്റ് ഡെബിറ്റ് സെറ്റ് ചെയ്തേക്കാണ്. അത് എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൊയ്ക്കോളും. അതങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ വീട്ടിലാണെങ്കിലും കുടുംബ പ്രാർത്ഥന, പിള്ളേർക്കും എല്ലാം അവർ മാതാവിൻ്റെ തൈലം വെച്ചിട്ട് കുരിശ് വരയ്ക്കാണ്ട് സ്കൂളിൽ പോകാറില്ല. ഹസ്ബൻഡാണെങ്കിലും എല്ലാവർക്കും മാതാവിനോടും മാതാവ് തന്ന അനുഗ്രഹങ്ങളും ഞങ്ങൾക്കത് മാത്രമേ ഉള്ളൂ കൂട്ടായിട്ട്. അവിടെയൊക്കെ ജീവിക്കുമ്പം നമുക്ക് ഇതിൻ്റെ സംരക്ഷണത്തിലാണ് ഞങ്ങളുടെ അവിടുത്തെ ഓരോ ജീവിതവും കഴിഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം അത് ഞാൻ മുടക്കാറേ ഇല്ല. പിന്നെ ആഴ്ചയിൽ 2 ദിവസം ഞാൻ ഉപവസിക്കാറുണ്ട്. ഡെയിലി ബ്രെഡ് അത് മുടക്കാറില്ല. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുകയാണ്. മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച ഒരുപാട് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയോടും മാതാവിനോടും നന്ദി പറയുകയാണ്. ഇപ്പോഴും ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടാണ് പോകുന്നത്. എൻ്റെ നിയോഗങ്ങളൊന്നും ഞാൻ വെച്ചിട്ടില്ല. എന്നോട് പലരും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ നിയോഗങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ഈ പ്രാവശ്യത്തെ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ളൂ. മാതാവ് എൻ്റെ കാര്യങ്ങളെല്ലാം മാതാവിന് അറിയാം എന്തൊക്കെയാണെന്നുള്ളത്. അത് തന്നാലും തന്നില്ലെങ്കിലും എനിക്കൊരു വിഷമവും ഇല്ല. മാതാവിൻ്റെ ഇഷ്ടപ്രകാരം മാതാവിന് വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി എന്നും ഉടമ്പടിയിൽ ജീവിക്കണമെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടി ഞാൻ ഈ സാക്ഷി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ശാന്തരായിരുന്നാലും മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വചനമാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കഠിനമായ രക്ഷാകര പദ്ധതികൾ ദൈവം ഉടമ്പടിയിലൂടെയാണ് ചെയ്യുന്നത്. നമുക്ക് നിയന്ത്രിക്കാനാവാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അസാധ്യമാണെന്ന് കരുതുന്നവ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉടമ്പടിയിലൂടെ സമർപ്പിക്കുമ്പോൾ ഭയത്തിന് പകരം വിശ്വാസമാണ് നാം തിരഞ്ഞെടുക്കുന്നത്. ആ വിശ്വാസത്തിലൂടെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ഉടമ്പടിയിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, രോഗങ്ങളാവാം, ജോലിയില്ലായ്മയാവാം, വിസ തടസ്സങ്ങളാവാം, കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങളും വ്യക്തിപരമായ ബന്ധങ്ങളിലുള്ള ബുദ്ധിമുട്ടുകളാവാം. ഇവയെല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്കാണ് നാം ഉടമ്പടിയിലൂടെ സമർപ്പിക്കുന്നത്. ഉടമ്പടിയിൽ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുമ്പോൾ ദൈവം നമുക്കായി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. ഈ മക്കളുടെ കാര്യത്തിലും ഈ സാക്ഷ്യത്തിൽ നമ്മളോട് പങ്കുവച്ചതും അതുതന്നെയാണ്. ശാന്തരായി വിശ്വാസത്തിൽ ഉടമ്പടിയിൽ നിലനിൽക്കുന്നപ്പോഴാണ് ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഈശോയും അമ്മയും കടന്നു ചെല്ലുന്നത്. ഇസ്രായേൽ ജനങ്ങൾ ചെങ്കടലിൻ്റെ മുന്നിൽ കുടുങ്ങിയതുപോലെ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം കുടുങ്ങിപ്പോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെ നടുവിൽ നാം കുടുങ്ങിപ്പോകും. പക്ഷെങ്കിൽ നമ്മെ വിഷമിപ്പിക്കുന്ന, നമ്മെ ഭയപ്പെടുത്തുന്ന ആ സന്ദർഭങ്ങളിലെല്ലാം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് ശാന്തരായിരിക്കാം. കാരണം നമ്മുടെ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കുറപ്പുണ്ട്. നമ്മൾ ഭയപ്പെടുന്ന, വിഷമിപ്പിക്കുന്ന, സ്വന്തം ശക്തിയിൽ പരിഹാരം നേടുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ ഒരു സമർപ്പണത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ലിനി ജോസഫ് എന്ന മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഉടമ്പടിയിൽ നിലനിൽക്കുന്ന ഒരു കുടുംബമാണ്. 2018 മുതൽ ഇന്ന് വരെ ഉടമ്പടിയിൽ തുടർച്ചയായിട്ട്
കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കുടുംബമാണ്. ആദ്യമൊക്കെ 1, 2, 3 സാക്ഷ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഓരോ പ്രാവശ്യവും ഓരോ അനുഗ്രഹങ്ങളിലേക്ക് വയ്ക്കുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്താനും മറന്നിട്ടില്ല. ഇന്നും പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ UK ആറാൻ കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ഡിഫിക്കൽട്ടാണ്. അവിടെയും ഈശോയുടെ മമ്മയുടെയും ഉടമ്പടിയിലാണ്, ഈശോയോട് ചേർന്നാണ് പോകുന്നത്. ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണ് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ആദ്യമായി പോയപ്പോൾ കെയർ ഹോമിലാണ് ജോലി കിട്ടിയത്. പിന്നീട് അത് RNL കിട്ടി. അവിടെ വേക്കൻസി വന്നപ്പോൾ നഴ്സിങ്ങിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്തു. പക്ഷേ ഏറ്റവും ഒടുവിൽ പെട്ടെന്നൊരു വേക്കൻസിയിൽ അപ്ലൈ ചെയ്യുകയും അത് വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു. അവിടെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അവിടെയും പരിശുദ്ധ അമ്മ നമുക്ക് കൃപാസനം ഉടമ്പടിയിൽ നമ്മുടെ കയ്യിലുള്ളത് വെഞ്ചരിച്ച ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും ഒക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂവിന് പോകുന്നത്. അത് പ്രാർത്ഥിച്ച് പോയതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇൻ്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത്. സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലാണ്, കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെയാണ്. ഒരു മിനിമം 3-4 മാസമെങ്കിലും എടുക്കുമെങ്കിലും ഇവിടെ വിതിൻ 1 മന്ത് ഈ മകൾക്ക് പെട്ടെന്ന് തന്നെ സമയ ചുരുക്കത്തിൽ തന്നെ ഒരു ജോലി ലഭിക്കുകയാണ്. ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ടാണ്. വിസ തീരുന്നതിന് മുമ്പ് തന്നെ ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് ആ ജോലി. ഈ മകൾ പറയുന്നത് എൻ്റെ കഴിവുകൊണ്ടല്ല, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാലാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. പിന്നീട് പറയുന്നത് ആ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ മകൾ തിരഞ്ഞു. ഈശോയും അമ്മയും എൻ്റെ കൂടെയുണ്ടോ എന്ന്. എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കൂടുന്ന ഒരു കുടുംബമാണ്. അന്നും ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് അച്ഛൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നല്ല നീലാകാശമായിരുന്നു, വെള്ളയും നീലയും കലർന്ന കളറ്. അന്ന് ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ആകാശത്തേക്ക് നോക്കിയപ്പോഴും ആ കളർ തന്നെ കണ്ടു. അപ്പോൾ മനസ്സിലായി, ഒരു പ്രതീക്ഷ മനസ്സിൽ വന്നു, ഈ ഇൻ്റർവ്യൂവിന് എൻ്റെ കൂടെ ഈശോയും അമ്മയും കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ്. അങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് പോയതും. ആ ദൈവത്തിൻ്റെ അനുഗ്രഹ സാന്നിധ്യമെല്ലാം ആ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇൻ്റർവ്യൂ പാസ്സായി നല്ലൊരു ജോലി നൽകി ഈശോയും അമ്മയും അനുഗ്രഹിച്ചത്. പിന്നീടുള്ളത് ഒരു ഭവനമാണ്. ഉടമ്പടിയിൽ നിയോഗമായിട്ട് സമർപ്പിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, അസാധ്യമായെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ നിയോഗമായി സമർപ്പിക്കുക എന്നാണ്. അങ്ങനെ അസാധ്യമാണെന്ന് ഒരു ഏകദേശം 100% ഷുവറാണ് ആൾ പറയുന്നത്. അങ്ങനെയാണ് ലിനി പറഞ്ഞത്. അങ്ങനെയാണ്. ഞങ്ങൾക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല UK ഒരു ഭവനം കിട്ടുക എന്നത്. കാരണം സാമ്പത്തികമായിട്ട് വളരെ ഹൈ റേറ്റാണ് ചോദിക്കുന്നത്. പിന്നെ അവിടെയൊക്കെ കിട്ടുക അത്ര എളുപ്പമല്ല. അസാധ്യമായ കാര്യങ്ങൾ നിയോഗത്തിൽ എഴുതാൻ സമർപ്പിക്കുക എന്ന് പ്രാർത്ഥിച്ച് എങ്ങനെ കേട്ടപ്പോഴാണ് ഇതൊരിക്കലും നടക്കില്ല, പക്ഷെങ്കിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്കായുടെ സുവിശേഷം 18:27 പറയുന്ന അതാണ്. അങ്ങനെ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒരു ഭവനം എന്ന സ്വപ്നം നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നല്ലൊരു ഭവനം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കുകയാണ്. പല വീടുകൾ കാണാൻ പോയി, പക്ഷെങ്കിൽ ഒരു ഭവനം കണ്ടപ്പോൾ അതിഷ്ടപ്പെട്ടു. അവിടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിന് മുറ്റത്തുനിന്ന് കൊണ്ടുപോയ ഈ അങ്കണത്തിൽ നിന്നെടുത്ത മണ്ണാണ് ആ മകൾ UK കൊണ്ടുപോയത്. ആഗ്രഹിച്ച ആ ഭവനത്തിൻ്റെ മുറ്റത്തിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആഗ്രഹിച്ചത് തന്നെ ഈശോയും അമ്മയും നൽകി അനുഗ്രഹിക്കുകയാണ് ഈ മക്കളെ. അങ്ങനെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ 3 മാസത്തെ വിതിൻ 3 months ഓൾ ദ പേപ്പർ വർക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ആ ഭവനം സ്വന്തം കുടുംബത്തോടു കൂടി എല്ലാവരും ഒന്നിച്ച് ആ ഭവനത്തിലേക്ക് മാറി താമസിക്കാനായിട്ടുള്ള അനുഗ്രഹം നൽകി. നല്ലൊരു അഫോർഡബിൾ ഹൗസാണ് അവർക്ക് നൽകി ദൈവം അനുഗ്രഹിച്ചത്. പ്രേക്ഷിത പ്രവർത്തനമായും കാരുണ്യ പ്രവർത്തികളായിട്ടും നല്ല രീതിയിൽ നിബന്ധനകൾ പാലിച്ച് കടന്നു പോകുന്ന ഒരു കുടുംബമാണ്. എല്ലാ രീതിയിലും പത്രം കൊടുക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളെ സഹായിക്കുകയൊക്കെ ചെയ്തു. ആത്മീയ ജീവിതത്തിലാണെങ്കിലും ഡെയിലി ബ്രെഡും കുടുംബ പ്രാർത്ഥനയും ബൈബിൾ വായനയെല്ലാം കുടുംബത്തോട് ചേർന്ന് നിന്ന് കുടുംബത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. 2018 മുതൽ ഇന്ന് വരെ ഉടമ്പടിയിൽ നിലനിൽക്കുമ്പോൾ നമുക്കിനി ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഈശോയും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യത്തിലും നല്ലൊരു ഉറപ്പുണ്ട്, ധൈര്യമുണ്ട്. കൃപാസനം ഉടമ്പടി നമ്മെ ഈ വിശ്വാസത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. പരിശുദ്ധമ്മ കൃപാസനമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ പ്രശ്നങ്ങളും ദൈവത്തിന് സമർപ്പിക്കാം. നമുക്ക് ശാന്തതയും ഉറച്ച വിശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ കർത്താവായ ദൈവമാണ് നമ്മുടെ യോദ്ധാവ്. നമുക്ക് ശാന്തരായിരുന്നാൽ മാത്രം മതി. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം.
ലിനി ജോസഫിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.